ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട്ടിലെ ജോലികൾ നമ്മൾ എത്ര ചെയ്താലും അടുത്ത ദിവസം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ബോറിങ്ങും ആയിരിക്കും. ഈ ജോലികളെല്ലാം തന്നെ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും അതോടൊപ്പം തന്നെ എൻ്റെ വർക്ക് ഈസി ആക്കുന്ന കുറച്ച് ഐറ്റംസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അന്ന് മക്കൾക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എന്നിരുന്നാലും ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ തലേ ദിവസം ഞാൻ പാത്രങ്ങളൊന്നും തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ വൈകുന്നേരത്തെ എൻ്റെ ക്ലീനിങ് റുട്ടീൻ ഒരു 1/4 മണിക്കൂർ എടുത്ത് ഞാൻ കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് സ്റ്റൗവൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് പോകാറ്. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് സ്റ്റൗവും തുടച്ച് പാത്രങ്ങൾ മാത്രം അവിടെ വെച്ചിട്ട് പോകുന്നു. കാരണം അവധി ദിവസമൊക്കെ വരുന്ന സമയത്ത് മക്കളുടെ കൂടെ കുറച്ചും കൂടി സമയം ചിലപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പോൾ അത് കേട്ടിരുന്ന് നേരം പോകുന്ന അറിയില്ല. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ അടുക്കളയിലേക്ക് വൃത്തിയാക്കാൻ പോകാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരത് കഴിയുമ്പോഴേക്കും അവർക്ക് ഉറക്കം ഒന്നും തുടങ്ങും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ദിവസമൊക്കെ ചിലപ്പോൾ എന്നെ ഇങ്ങനത്തെ പണികൾ ചിലപ്പോൾ ഞാൻ സ്കിപ്പാക്കി കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളുടെ കൂടെയുള്ള കുഞ്ഞു മൊമെൻറ്റ്സാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം നൽകുന്നത്. വീട്ടിലെ പണികളായാലും അടുക്കള പണികളും നമ്മുടെ പണികളും എല്ലാം തന്നെ നമുക്ക് പിന്നീടായാലും ചെയ്യാം. കാരണം ഈ പണികൾ എന്നും റിപ്പീറ്റേറ്റീവായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ മക്കളുടെ കൂടെയുള്ള ആ ചെറിയ മൊമെൻറ്റ്സ് അത് അവരുടെ ഒരു ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ആ സമയത്ത് ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആണെങ്കിൽ നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഇരിക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ആ സമയം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പണിയിലേക്ക് പോകാനായിട്ട് എനിക്കത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ദിവസം എന്ത് ചെയ്യും, ഞാൻ അങ്ങനത്തെ പണികൾ സ്കിപ്പാക്കും. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും സ്കിപ്പാക്കിയാലും ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മക്കളുടെ കൂടെയുള്ള മൊമെൻറ്റ്സാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മക്കൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴാണ് അടുക്കളയിലത്തെ പണികളൊക്കെ എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് ദോശയും ചട്നിയും ഉണ്ടാക്കണം. അപ്പോഴാണ് എനിക്കൊരു കുഞ്ഞു ടിപ്പ് പറയാൻ തോന്നിയത്. ചെറിയൊരു കാര്യമാണ്. അതായത് ദോശക്കല്ല് വാങ്ങുന്ന സമയത്ത് എപ്പോഴും വലിയത് നോക്കിയിട്ട് വാങ്ങാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ദോശക്കല്ല് വാങ്ങുമ്പോൾ ഒരു പ്രശ്നം, കുഞ്ഞു ദോശയായിരിക്കും. രണ്ടാമത്തെ കാര്യം, കുറേ എണ്ണം ഉണ്ടാക്കേണ്ടി വരും, കുറേ ടൈമും എനിക്ക് എടുക്കുന്ന പോലെ തോന്നി. വലിയ ദോശക്കല്ലാകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വലിയ ദോശ ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല എണ്ണം കുറച്ച് മതി, കുറച്ച് സമയം അവിടെ നിന്നാൽ മതി. കല്ല് ചൂടായി കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഉപയോഗിക്കും തോറും അത് നന്നായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിൽ ഇനി ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, കുട്ടികളെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ വീട്ടിലെ ചെറിയ ബേസിക് ജോലികളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ അത് കുറച്ചും കൂടി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യിക്കാൻ നമുക്കിതുപോലെ ഒരു ടാസ്ക് പ്ലസ് പോയിന്റ് ചാർട്ട് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഒരു പേപ്പറിൽ അവർ ബേസിക്കായിട്ട് ചെയ്യേണ്ട എല്ലാ കുഞ്ഞു ജോലികളും, അതായത് ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇത്തിരി വലിയ ടാസ്കുകൾ വരെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നമുക്കത് എഴുതി വെക്കാം. അതിനോരോ പോയിന്റുകളും കൊടുക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്ത പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇവർ കാര്യങ്ങൾ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഈ പോയിന്റ് കിട്ടിയിട്ട് എന്താണ് ഈ പോയിന്റ് വെച്ച് ചെയ്യണേന്നും അതുപോലെ എന്തൊക്കെ ടാസ്ക്കാണ് കുട്ടികൾക്ക് കൊടുക്കണേന്നും അത് ഫോളോ ചെയ്തപ്പോൾ ആദ്യത്തെ ബുദ്ധിമുട്ടുകളും പിന്നീട് ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഞാൻ പിന്നീട് അത് പറയാം. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ ഞാൻ അത് അനുസരിച്ചൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഫിഫ്ത്ത് ടിപ്പ് കേട്ടോ, നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. മാത്രമല്ല നല്ല തിക്നെസ്സും കിട്ടും. പിന്നെ പൊട്ടുകടല ചേർക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൊട്ടുകടല ചേർത്തിട്ട് പിന്നെ അതിങ്ങനെ തിളപ്പിക്കുകയോ ചൂടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാവരും കഴിക്കാനിരിക്കും. കാരണം എൻ്റെയും അവരുടെ ഒപ്പം തന്നെ കഴിച്ചു തീർക്കും. നമ്മളമ്മമാർ അവസാനത്തേക്ക് ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ടൈമിന് തന്നെ കഴിക്കുക. ബാക്കി പണികളും എന്താ വെച്ചാൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ റോസുവിനെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും പോകാനുള്ള ടൈമായി. ക്ലാസ്സിലേക്ക് പോകാമെന്നുള്ളത് അത് ഇനി ഏത് പ്രായമായാലും അത്യാവശ്യം തിക്കും തിരക്കും ബഹളമുള്ള ഒരു സമയം തന്നെയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്കുന്ന അവരെ ഒന്ന് വഴക്കൊക്കെ പറയേണ്ടി വരും സമയത്തിനൊക്കെ അവർ പോകണമെങ്കിൽ. എന്നിരുന്നാലും എല്ലാം കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ ഒരു സങ്കടമാണ്, അനക്കും ബഹളമൊന്നും ഇല്ലാതായി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ അവർ പോയി കഴിഞ്ഞാൽ ഞാനൊരു ലോഡ് തുണി വാഷ് ചെയ്യാനായിട്ട് ഇടാണ് വേഗം തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലുള്ളതുകൊണ്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ തുണികൾ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. സോഫ്റ്റ് ടച്ച് എന്ന ബ്രാൻഡിൻ്റെ ഞാൻ കുറേ വർഷമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂ കളറാണിത്. പിങ്ക് കളറിൻ്റെ ഒരെണ്ണം ഉണ്ട്. അതിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലൂ ആണ്. പിന്നെ 2 എണ്ണം വേറെയുണ്ട് പെർഫ്യൂം സ്മെല്ലുള്ളത്. അതും രണ്ടും നല്ലത് തന്നെയാണ്.
വെള്ള തുണികൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുമ്പോൾ അത്ര വൃത്തിയായിട്ട് കിട്ടാറില്ല. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി നല്ലതായിട്ട് വൃത്തിയായിട്ട് കിട്ടാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തലേ ദിവസം ഒരു ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് വെള്ള തുണികൾ മാത്രം സോർട്ട് ചെയ്തെടുത്തിട്ട് ആ വെള്ള തുണികൾ ഈ വെള്ളത്തിൽ നമ്മൾ സോപ്പും പൊടിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫാബ്രിക് വൈറ്റ്നർ, അതായത് വാനിഷോ ഇല്ലെങ്കിൽ ക്ലോറക്സോ അങ്ങനെയുള്ള ഐറ്റംസ്, ഉജാല അതുപോലത്തെ നീലം മുക്കല അതല്ല കേട്ടോ പറയണത്, വെള്ള തുണികൾ വെള്ളയായിട്ട് വെക്കാനുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് വൈകുന്നേരം വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ആ തുണികൾ കുതിർത്ത് വെച്ച തുണികൾ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്താൽ നന്നായിട്ട് വെള്ളയായിട്ട് കിട്ടും. അപ്പോൾ സാധാരണ കല്ലിൽ അലക്കി എടുക്കുന്ന പോലെ വാഷിംഗ് മെഷീനിൽ അങ്ങനെ വെള്ള തുണികൾ കിട്ടാറില്ല. അപ്പോൾ അതിനുള്ള ടിപ്പാണെന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ ഫ്രീ ടൈമാണ്. കുറച്ച് നേരം ഇത്രയും പണികൾ നമ്മൾ കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. അതിന് ശേഷം നമ്മുടെ പണികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ഞാനിതേ എന്തായാലും സമയം ഇപ്പോൾ 9:30 മണിയായി. അപ്പോൾ ഞാൻ മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഇത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് വീടൊന്ന് ജസ്റ്റ് വേഗം തന്നെ ക്ലീൻ ആക്കിയിടും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാത് ഐറ്റംസൊക്കെ എടുത്തതൊക്കെ അതാത് സ്ഥലത്തോട്ട് വെക്കുക, അതോടൊപ്പം തന്നെ വീട് വന്നിട്ട് വേഗം തന്നെ അടിച്ച് വാരിയിടുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഇത്തിരി ഐറ്റംസൊക്കെ എപ്പോഴും ഇരിക്കുന്നതുണ്ട്. അതായത് ചൂടുവെള്ളം ഉണ്ടാവും, ഒരു ജഗ്ഗിൽ വെള്ളം ഉണ്ടാവും, പിന്നെ 2-3 ബോട്ടിൽ അച്ചാറുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് ടേബിൾ മുകളിൽ ഐറ്റംസ്, അതൊന്നും എടുത്ത് മാറ്റാറൊന്നുമില്ല. ബാക്കി വെക്കുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റി മേശയൊന്ന് വൈപ്പ് ചെയ്തിരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മക്കളുടെ റൂമിലോട്ട് വരാം. അവിടെ അടിച്ച് വാരൽ മാത്രമേ ചെയ്യാറുള്ളൂ, ബാക്കി ഉള്ള കാര്യങ്ങൾ അവരാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോയിന്റ് ഉണ്ടെന്ന്. അപ്പോൾ ചെയ്താൽ പോയിന്റ് കിട്ടും, ഇല്ലെങ്കിൽ പോയിന്റ് പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. കിച്ചണിൽ ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ചവിട്ടി, ഇത് നമ്മൾ ആൻറ്റി സ്ലിപ്പറി ആയിട്ടുള്ള ചവിട്ടിയാണ്. അപ്പോൾ അത് ഞാൻ രാവിലെ ആകുമ്പോൾ ചെറുതായി നനവുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് അഴക്കേമ്പോൾ കൊണ്ടിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ട് വിരിക്കും. അപ്പോൾ ഇന്ന് അടുക്കളയിൽ ചെറിയ ചില മിനുക്ക് പണികളുണ്ട്. ഇവിടെ നമ്മളൊരു സോപ്പ് ട്രേ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം കഴുകണ സ്ക്രബ്ബറൊക്കെ വെക്കാൻ. അതൊന്നും നമ്മൾ ഊരി മാറ്റിയിട്ട് വേറൊരു സ്റ്റാൻഡ് അവിടെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ വാൾപേപ്പർ ഒട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ മാത്രം വാൾപേപ്പർ ഇല്ല കേട്ടോ, കാരണം ആ സോപ്പ് ട്രേ അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി ആ ഭാഗത്ത് തോന്നും, അപ്പോൾ അത് വിട്ട് കളഞ്ഞോളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് ഇവിടെ പിടിപ്പിക്കുകയാണ്. സ്ക്രബ്ബറും അതൊക്കെ വെക്കാനാണ് ഈ സ്റ്റാൻഡ് വെക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പോ കാര്യങ്ങളോ വരില്ല. മാത്രമല്ല ഈ സ്റ്റാൻഡ് നല്ല വൃത്തിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സ്ക്രബ്ബർ വെക്കാൻ ഈസിയാണ്. ഇത് വൃത്തിയാക്കാൻ നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നി. മുൻപ് ഞാൻ സോപ്പ് വയ്ക്കുന്ന ഒരു ട്രേ ആണ് ഇവിടെ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ അതും എപ്പോഴും ഇങ്ങനെ പൂപ്പൽ പിടിച്ച പോലെ ബ്ലാക്ക് കളർ കുത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ക്രബ്ബർ വയ്ക്കുമ്പോൾ സ്പേസും അത് സേവ് ചെയ്തു. മാത്രമല്ല നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സ്ക്രബ്ബറാണ്. ഇത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഹെവി ഡ്യൂട്ടി സ്ക്രബ്ബറാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രബ്ബർ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ല. വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ആകെ നാശമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഹെവി ഡ്യൂട്ടി സ്ക്രബ്ബർ, ഇത് സാധാരണ പച്ച കളറുള്ള സ്ക്രബ്ബറിനെക്കാട്ടും കുറച്ച് വിലയുണ്ടെങ്കിലും ഇത് നമുക്ക് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉരച്ച് കഴുകാൻ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അഴുക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത് സ്കോച്ച് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വാങ്ങിയപ്പോഴാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓൺലൈൻ ഇന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങാറ്. ആ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് ഈ ഒരു വൈപ്പറാണ്. ഇത് സ്പോട്ട് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള മിൽട്ടൺ എന്ന് പറഞ്ഞ പാത്രത്തിൻ്റെ ഒക്കെ ബ്രാൻഡില്ലേ, അതിൻ്റെ തന്നെ ഇങ്ങനത്തെ ക്ലീനിങ് ഐറ്റംസ് വരുന്നുണ്ട്. സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് നല്ലൊരു വൈപ്പറാണ്. നല്ല രീതിക്ക് നമുക്ക് വെള്ളം വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വൈപ്പർ തന്നെ വില കുറഞ്ഞ മോഡലും പല മോഡൽസും വരുന്നുണ്ട്. പക്ഷെ നല്ലത് നോക്കി എടുത്തില്ലെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നാശമാവും ചെയ്യും. മാത്രമല്ല ഈ ഒരു പർപ്പസ് അത് കറക്റ്റായിട്ട് വർക്കാവില്ല. സ്കോച്ച് ബ്രൈറ്റിൻ്റെയും വൈപ്പർ നല്ല തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കഴിഞ്ഞത് ഉപയോഗിച്ചിരുന്ന അതായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്, സ്പോട്ട് സീറോയുടെ. നല്ലതായിട്ട് എനിക്ക് തോന്നി. അവരുടെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും വരുന്നുണ്ട്. ഇതും നല്ല ക്വാളിറ്റിയാണ്. ഞാൻ കുറേ നാളായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ ബ്രിസിൽസ് നാശമായത് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാട്ടോ നാശമായപ്പോൾ ഞാൻ മാറ്റിയിട്ടാണ് ഈ പുതിയത് വാങ്ങിയത്. ഇത് സിങ്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ്. നമ്മൾ ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊക്കെ സിങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് നല്ല ഹാർഡായിട്ടുള്ള ബ്രിസിൽസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ബ്രഷുകളൊക്കെ ഹാങ് ചെയ്യാൻ ചുമരുമ്പോൾ ഇതുപോലെ ഒരു ആണിയോ അല്ലെങ്കിൽ ഹുക്കോ എന്തെങ്കിലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിങ്കിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ ക്ലീനിങ് സമയത്ത് അത് ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നൊരു ഹുക്കാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ടൂത്ത് ബ്രഷും കൂടി അതിൻ്റെ കളറിന് മാച്ചിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ അവിടെ ഹാങ് ചെയ്യുന്നുണ്ട്. ചില ക്ലീനിങ് സമയത്ത് ചെറിയ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ടൂത്ത് ബ്രഷ് വളരെ യൂസ്ഫുൾ ആവാറുണ്ട്. പാത്രം കഴുകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് സ്കോച്ച് ബ്രൈറ്റിൻ്റെയാണ്. വേറൊരു ബ്രാൻഡിന് ഞാൻ വാങ്ങിയിരുന്നെങ്കിലും അത് വളരെ കനം കുറവായതുകൊണ്ട് വെള്ളം ഇങ്ങനെ കയ്യിൽ തട്ടുമ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല വെള്ളം ഉള്ളിലേക്കും കയറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ച സ്കോച്ച് ബ്രൈറ്റ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
ഉപയോഗിക്കാൻ തോറും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു. മാത്രമല്ല ഞാൻ ഉപയോഗിച്ച് ശീലമായപ്പോൾ എനിക്കത് ഓക്കെ ആയി. ഈ ഒരു ഗ്ലൗസ് എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹുക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇവിടെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്പിന് 20 രൂപ വിലയുണ്ടായിരുന്നുള്ളൂ. അതുമായി ഒരു തുണിയും കൂടി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലിപ്പ് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ റബ്ബർ നാശമായി ഇത് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തുണിയും കൂടി വെച്ചിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് ഹാങ് ചെയ്തിട്ടാൽ സിങ്കിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ കാണാൻ ഇത്തിരി ഭംഗിയുണ്ടെങ്കിലും അതെപ്പോഴും നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ജാറുകളുടെ ലിഡുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കേടാവുമ്പോൾ നമുക്കത് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അതിങ്ങനത്തെ ലിഡുകൾ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ജാറുകളുടെ അളവനുസരിച്ച് ലിഡുകൾ നമുക്ക് വാങ്ങാം. ഗോൾഡൻ കളറിലുള്ള ലിഡ് വരുന്നുണ്ട്, അതൊട്ടും തന്നെ വാങ്ങരുത്, കാരണം അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. പെയിൻറ്റഡ് ആയിട്ടുള്ള കോട്ടിംഗ് ഉള്ള ലിഡ് വാങ്ങിയാൽ അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന കോട്ടിംഗ് എന്നുള്ളതാണ്, അത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് ഈ പ്രാവശ്യം ലിഡ് വാങ്ങിയത്. ഈ ബ്ലാക്ക് കളർ ലിഡുകൾ അല്ലെങ്കിൽ പെയിൻറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ലിഡ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാറുകൾക്ക് വേണ്ടി ലിഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 അളവിലാണ് ലിഡ് വരുന്നത്, 83 mm 63 mm. വലിയ ജാറുകൾ, വലിയ ഗ്ലാസ് ജാറ് 1 കിലോയുടെ കൊള്ളുന്നതിനൊക്കെ 83 mm മേടിക്കേണ്ടത്. ബാക്കിയുള്ള ഏത് ജാറും മേടിച്ചാൽ, അതിന് താഴെയുള്ള ചെറിയ ചെറിയ ജാറൊക്കെ മേടിച്ചാലും 63 mm ലിഡ് മതി. കാരണം ഇതിൻ്റെ എല്ലാം തന്നെ ആ ഒരു വായവട്ടം സെയിം ആയിട്ടുള്ള അളവ് തന്നെയാണ്, ലിഡ് സൈസ് സെയിമാണ്. പക്ഷേ ബോട്ടിലിൻ്റെ അളവുകളിൽ മാറ്റുള്ളൂ. വലിയ ബോട്ടിൽ വാങ്ങുമ്പോൾ, അതായത് 1 കിലോയുടെ ബോട്ടിലിന് വലിയ അടപ്പ് തന്നെ വാങ്ങണം. അപ്പോൾ ഈ ബോട്ടിൽസ് എല്ലാം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അടുത്തൊരു ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു റീയൂസബിൾ ടിഷ്യൂ. ഇത് ഞാൻ കഴിഞ്ഞ നൈറ്റ് ടൈം റുട്ടീനിൽ ഷെയർ ചെയ്തിരുന്നു. കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന്. അതിന് മാത്രമല്ല കേട്ടോ, മല്ലിയിലയും പുതിനയിലൊക്കെ സൂക്ഷിക്കുന്ന ഡബ്ബയിൽ ഇത് വിരിച്ചിട്ട് മല്ലിയിലയും പുതിനയിലും വെച്ചിട്ട് ഇതാ ഒരു ഷീറ്റ് ആദ്യം ഇത് വിരിക്കുക, ഇത് വെക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് കൂടി ഇത് വിരിച്ച് വെച്ചാൽ നന്നായിട്ട് ഈർപ്പം വലിച്ചെടുക്കും. മാത്രമല്ല മല്ലിയില കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയും കൂടി ഒരു ഉപകാരം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ സ്ക്രബ്ബർ ഇതുപോലെയുള്ള മോഡൽ സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. ശരിക്കും കണ്ട ഒരു തുണി പോലെ നമുക്ക് തോന്നും. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം നമുക്ക് ഉരച്ച് കഴുകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാധാരണ സ്റ്റീൽ സ്ക്രബ്ബർ കിട്ടുന്നുണ്ടല്ലോ, അതിനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും ഒരു പെർഫെക്ഷൻ ഇല്ല. എന്നിരുന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയാക്കാം. പിന്നെ എനിക്ക് വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബാത്റൂം ടാപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇത് വെച്ച് വൃത്തിയാക്കാൻ ഞാൻ അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടേപ്പുകൾ വൃത്തിയാക്കാനും ഇതിനൊക്കെ നമുക്ക് ഇത് പല ഇടകളിലേക്കൊക്കെ പെട്ടെന്ന് തുണി പോലെ തന്നെ വലിച്ച് വൃത്തിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.